ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ ഒരുപാട് പേർക്ക് ഉപകാരം. തീർച്ചയായും 15 സിനിമകൾ, ഓരോ സിനിമയുടെ പിന്നിലും ഇപ്പം നമ്മൾ പറയുന്ന ചേച്ചി പറയുന്നത് ചേച്ചിക്ക് ഇതൊരു ഉപജീവന മാർഗ്ഗം അല്ല എന്ന് പറയുമ്പോൾ കൂടിയും എത്രയോ പേര് ഈ സിനിമകൾ ഇല്ലേ, ചേച്ചിയുടെ സിനിമകൾ കൊണ്ട് ജീവിക്കുന്നു. എത്രയോ താരങ്ങളായാലും അതിന് പുറകിലുള്ള ടെക്നീഷ്യൻസ് ആയാലും ഒക്കെ. അപ്പം ഇപ്പോൾ ചേച്ചിയുടെ 15ാമത്തെ സിനിമ ബാഡ് ബോയ്സ് 2ാം വാരം തിയേറ്ററിലുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് വന്നൊരു നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇടുകയാണ്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ എത്രയോ പേരുടെ അധ്വാനമാണ് ഒരു നിമിഷം നമ്മൾ പറയുന്ന ഒരു വാക്കിൽ ഇല്ലാതാവുന്നത്. അപ്പം അത് കടന്നുപോയ വിഷമം എനിക്കറിയാം. അപ്പം ചേച്ചിക്ക് എന്ത് തോന്നി ഈ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ റിവ്യൂവേഴ്സിനെ പറ്റിയിട്ട്, റിവ്യൂ ബോംബിങ്ങിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത്, എവിടെയോ ഇരുന്ന് ആരൊക്കെയോ ഇങ്ങനെ പ്ലാൻഡ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ സിനിമകൾ, ഇതിപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് റിവ്യൂ, ഇതെന്ന് വെച്ചാൽ എക്സ്ട്രീം ആയിപ്പോയി. ബാക്കി നമ്മുടെ എല്ലാ സിനിമകൾ ഇറങ്ങുമ്പോഴും റിവ്യൂവേഴ്സ് വന്നിട്ട് മോശം പറയാറുണ്ട്. അല്ലെങ്കിൽ എന്നെ ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടി, കരഞ്ഞാലും ചിരിച്ചാലും എല്ലാം ഒരേ ഭാവം വരുന്ന നടി, പല നടിമാരെ കുറിച്ച് മുന്നേ പറഞ്ഞല്ലോ, പലരെ കുറിച്ച് എന്താണ് പ്രതിമ പോലെ നിൽക്കുന്ന നടി, അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു കുശുമ്പിൽ നിന്ന് വരുന്ന ഒരു സാധനം ഉണ്ടാവും. അതായത് ഇപ്പം എല്ലാവർക്കും പറ്റില്ല അവരുടെ ഭർത്താവിന്റെ സിനിമയിൽ അഭിനയിക്കാൻ. അത് വളരെ എത്രയോ ഭർത്താക്കന്മാര് സിനിമ എടുക്കുന്നവരുണ്ട്, സംവിധാനം ചെയ്യുന്നവരുണ്ട്. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സിനിമയിൽ ഞാൻ മാത്രമല്ലല്ലോ അഭിനയിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും മുൻനിരയുള്ള നടന്മാരുണ്ട് നമ്മുടെ കൂടെ. അവരെ ഒന്നും കാണാതെയാണ് എന്നെ ഇട്ടുകൊണ്ട് ഈ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ടാർഗറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കത് ഇപ്പം വന്നിട്ട് അത് എനിക്ക് കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ ഇതേ പറ്റൂ. കാരണം ഇവരൊരിക്കലും ഒന്നിലും നല്ല വശം കാണില്ല. ഇവരുടെ വിചാരം നമ്മൾ എന്തോ ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെലവഴിക്കുന്ന പോലെ, അല്ല അങ്ങനെയൊക്കെയാണ് ഇവർ, നമ്മൾ സമൂഹത്തിൽ നിന്നെല്ലാം കൂടെ ഊറ്റിയെടുത്ത് സിനിമ ചെയ്യുന്ന പോലെയൊക്കെയാണ്. പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് കൊണ്ട് എത്ര പേർക്ക് ഗുണം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എത്രയോ പേർക്ക് തൊഴിൽ, അല്ലെങ്കിൽ എത്ര പേരുടെ കുടുംബത്തിലേക്ക് നമ്മൾ ഒരു എമൗണ്ട്, ജോലി എന്ന് പറയുന്നത് ഒരു ഉപജീവന മാർഗ്ഗമാണല്ലോ. അപ്പോൾ ഇത്രയും സിനിമകളിലൂടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതൊന്നും കാണാതെ നമ്മളെന്തോ സമൂഹത്തിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ തിന്നുന്ന പോലാണ് ആൾക്കാരുടെ എന്തോ ഒരു വർത്താനം, എന്തോ ഭയങ്കര, പിന്നെ നമ്മളുടെ സിനിമ ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഭയങ്കര മോശം സിനിമ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ അടുത്ത ബോംബ് വരുന്നു, അടുത്ത ഗുണ്ട് വരുന്നു. അതെ, നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ചേച്ചിയും സംസാരിക്കാൻ ബാഡ് ബോയ്സിന്റെ പ്രൊമോഷൻ സമയത്ത്, അപ്പോൾ ഒരു സിനിമയുടെ കഥ തുടങ്ങി ഇത് സിനിമയാക്കി പിന്നെയും കാശ് പ്രൊഡ്യൂസർ ചെലവാക്കുകയാണ്. അതായത് പ്രൊമോഷൻസ് അല്ലേ, ഓൺലൈൻ പ്രൊമോഷൻസ്, അങ്ങനെ അത്രയും പേരുടെ അധ്വാനത്തെ എനിക്കും പേഴ്സണലി അതിനോട് തീരെ യോജിപ്പില്ലാത്ത ആളാണ്. കാരണം ആൾക്കാർക്ക് വിട്ടുകൊടുക്കും. ഇപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യത്യാസമാണല്ലോ. അല്ല, അത് അവർ ഇഷ്ടപ്പെടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ മറ്റുള്ളവർ കാണാനിരിക്കുന്നവരെയും കൂടി കാണിക്കാത്ത രീതിയിലേക്ക് പ്രഹസനമായി, പരിഹാസമായി അവതരിപ്പിക്കുകയാണ് അതിനെ. അല്ല, സിനിമ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ, ഇനി നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ വേണമെന്ന് കണ്ടു നോക്കിക്കോ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അല്ലാതെ അതിനെ മേലാൽ ഈ അതും പിന്നെ ബാഡ് ബോയ്സ് ഇറങ്ങുന്നതിന് 2 ദിവസം മുൻപേ തന്നെ പ്ലാൻഡ് അറ്റാക്ക് തുടങ്ങിയായിരുന്നു. അപ്പോൾ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിലേക്ക് എല്ലാം മെസ്സേജസ് പോയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ മെസ്സേജ്: ബാഡ് ബോയ്സ് റിവ്യൂ, കാട്ട അവതാരം അല്ലല്ലോ, അതിന്റെ ഒരു അക്ഷരം മാറ്റിയിട്ട് ഒരു തെറിയാവൂല്ലോ, ഞാൻ പറഞ്ഞു അവതാരം എന്നായിപ്പോയി. അത് ഞാൻ പറയുന്നില്ല, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്നില്ല. 2 ദിവസം മുന്നേ തന്നെ 11-ാം തീയതി വൈകിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം നമ്മളിത് കുറേയെല്ലാം നമ്മൾ പൈറസി ഇതിൽ നമ്മളുണ്ട്, അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പൈറസി. അപ്പം നമുക്ക് കിട്ടും ഇത് എവിടെ നിന്നാണ് പോയേക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്കും പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ പ്രൊമോഷൻ ടീമിനെ കൊണ്ട് നോക്കിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം 11-ാം തീയതി വൈകിട്ട് തൊട്ട് തുടങ്ങി. സിനിമ ഇറങ്ങുന്നത് 13-ാം രാവിലെയാണ്. അപ്പം കാണാത്ത സിനിമയെ പറ്റിയിട്ട് ഇത് ബാഡ് ബോയ്സ് റിവ്യൂ, കാട്ട് ആ സാധനം ആരും തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോലും പോവരുത് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജായിരുന്നു ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, അത് അവർക്ക് തന്നെ അറിയുള്ളൂ.